നമസ്കാരം. ഇനി വരാൻ പോകുന്ന കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അല്ലെങ്കിൽ UDF ആരാണ് നമ്മുടെ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? LDF പിടിക്കുമെന്ന് ഒരു വിഭാഗം പറയുന്നു, UDF പിടിക്കുമെന്ന് മറ്റൊരു ഭാഗം പറയുന്നു. രണ്ടുപേർക്കും അതിൻ്റെതായ കാരണങ്ങളും അവകാശങ്ങളും ഉണ്ട്. പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർ ഭരണം അത് LDFനാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണത്തില് മികവുമുണ്ട്, പരാജയവുമുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളിൽ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ മറ്റ് വികസനങ്ങൾ, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് സർക്കാർ ഇവിടെ ഭരിച്ചതിനേക്കാളും വളരെ മികച്ച രീതിയിലാണ് പിണറായി സർക്കാർ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ വലിയൊരു അപകടമുള്ളത് വരും സർക്കാരുകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധമുള്ള വലിയ കടബാധ്യത വരുത്തി വച്ചിട്ടാണ് അത്തരത്തിലുള്ള വികസനങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ മറന്നു പോകരുത്. പക്ഷെ എങ്കിലും അതൊക്കെ ഇവിടെ ആവശ്യമാണ്. കുറെയൊക്കെ കക്കലും മുക്കലും ഒക്കെ ഉണ്ടായി. അത് കുറെയല്ല, കുറച്ചധികം ഉണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വയനാട് മുതൽ ഇങ്ങോട്ട് പ്രളയ ഫണ്ട് വരെയുള്ള ഇപ്പോ സ്വന്തം പാർട്ടി അംഗത്തിന് വേണ്ടിയിട്ട് പിരിച്ച പണം മുക്കിയതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ മോശമായ ചില അഭിപ്രായങ്ങളും LDFനെ കുറിച്ചുണ്ട്. അതുവരെ പാർട്ടിപരമായിട്ടുള്ള വിഷയം. ഏതായാലും റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും അത് അടിസ്ഥാന വികസനത്തിന് അത്യാവശ്യമാണ്. അതെല്ലാം കൃത്യമായി ഒരുക്കുന്നതിൽ ഏകദേശമൊക്കെ LDF സർക്കാർ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് അതൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാർ, ജനങ്ങൾ, ആ ജനജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ കടക്കണിയിലേക്ക് തള്ളിവിട്ട്, അവരെ വലിയ ബാധ്യതയിലേക്ക് തള്ളിവിട്ട്, അവരെ ജപ്തിയിലേക്ക് തള്ളിവിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ഇതുവരെ ഏത് സർക്കാർ കൊണ്ടെത്തിച്ചതിനേക്കാളും വളരെ ദുരിതമായി മാറ്റി ഈ 10 വർഷം കൊണ്ട് സർക്കാർ. അതാണ് രണ്ട് വിധത്തിലും ഇവിടെ ഉണ്ട്. അടിസ്ഥാനപരമായ വികസനം ഉണ്ടായാൽ അത് അനുഭവിക്കാൻ ജനങ്ങളാണ് വേണ്ടത്. ആ ജനജീവിതം ദുരന്തപൂർവ്വമാക്കിയിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിട്ട് റോഡുകളും പാലങ്ങളും കെട്ടിടവും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ LDF തന്നെയായിരിക്കും മൂന്നാമതും ഭരണത്തിൽ വരിക. അതിന്റെ കാരണം അവരുടെ കെട്ടുറപ്പാണ്. എന്ത് തെമ്മാടത്തരം കാണിച്ചാലും, എന്ത് കൈയിട്ട് വാരിയാലും, എങ്ങനെ കെട്ടാലും, എന്തൊക്കെ മുക്കിയാലും, ഇനി ശബരിമല ഒന്നായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും LDFന്റെ ആ ഭരണ സംവിധാനങ്ങളും അവരുടെ നേതാക്കന്മാരും മറ്റുള്ളവരുമെല്ലാം ഒറ്റക്കെട്ടാണ്. മാത്രമല്ല അവരുടെ അണികൾ വോട്ട് ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ കൃത്യമായി ആ വോട്ട് LDFന്റെ കൊട്ടയിലേക്ക് തന്നെ കൊണ്ടിടുന്ന വിഭാഗമാണ്. പിന്നെ അക്കച്ചക്ക നിൽക്കുന്ന സാധാരണക്കാർ, ആ സാധാരണക്കാരെ ഈ LDF സർക്കാർ ഭരണത്തിന്റെ അവസാന നാളിൽ എന്തെങ്കിലും വല്ല കിറ്റോ എന്തെങ്കിലും പൊടിക്കൈ കൊണ്ട് വോട്ട് അവർ മറിച്ചോളും. കുറച്ചുപേരുടെ വോട്ടേ ആവശ്യമുള്ളൂ. ആ വോട്ടുകൾ അവർ മറിച്ചോളും. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു മുട്ടുസൂചിന് മുതൽ കൊടുത്തിട്ട് ഇത് ആനമുട്ടയാണെന്ന് പറഞ്ഞാൽ അത് മതി എന്നതാണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എല്ലാവരും സ്ഥിതി അത് തന്നെ. ഒന്നുമല്ല എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ, അതായത് CPM സർക്കാർ അധികാരത്തിൽ വന്നാൽ, LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട എന്നൊരു വാക്ക് നിരോധിക്കുന്നു. അത് പലർക്കും മനസ്സിലായിട്ടില്ല, ഈ പാവപ്പെട്ട എന്ന് പറഞ്ഞ് നിരോധിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. അതായത് നേരത്തെ രക്ഷാപ്രവർത്തനം എന്നൊരു വാക്ക് അവർ കണ്ടെത്തി. CPMന്റെ പ്രവർത്തകരും CPMന്റെ ഗുണ്ടകളും പോലീസിനെ ഉപയോഗിച്ച് CPM നടത്തുന്ന നരനായട്ടുമെല്ലാം അക്ഷരാർത്ഥത്തിൽ അവയെ വിളിക്കേണ്ടത് ഗുണ്ടായിസം എന്നല്ല, രക്ഷാപ്രവർത്തനം എന്നാണ് എന്ന് വിളിക്കേണ്ടത് എന്ന് ഒരു തീട്ടൂരമിറക്കിയത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ഇനി ഇവിടെ പാവപ്പെട്ട എന്നൊരു വാക്ക് നിഘണ്ടുവിൽ ഉണ്ടാവില്ല. മിക്കവാറും അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എല്ലാ ഡിക്ഷണറികളും മലയാള നിഘണ്ടുവിനെല്ലാം എടുത്ത് നീക്കം ചെയ്യുന്നത് പാവപ്പെട്ട എന്നൊരു വാക്കായിരിക്കും. അപ്പൊ ചോദിക്കും, CPMനെ ഈ തരത്തിലൊക്കെ വിമർശിച്ചിട്ട് വീണ്ടും പറയുന്നല്ലോ നിങ്ങൾ LDF തന്നെ അധികാരത്തിൽ വരും, LDF തന്നെ അധികാരത്തിൽ വരുന്നു. കാരണമുണ്ട്. ഇവിടെ UDFന് ഭരണം വേണ്ട. UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരു ഭരണമാറ്റം വേണം, LDF ഒന്ന് മാറിയിട്ട് ഇപ്പൊ 10 വർഷം ഭരിച്ച് മുടിച്ച് ആകെ കട്ടുമുടിച്ച് തുമ്പില്ലാതാക്കി എന്ന് പറഞ്ഞാൽ ജനജീവിതം ദുസ്സഹമാക്കി കാര്യമൊക്കെ ശരി. അപ്പോ ഒരു UDF അധികാരത്തിൽ വന്നാൽ ഒരു പക്ഷെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടുത്തെ UDF നേതൃത്വവും നേതാക്കളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് LDF അവരുടെ ഭരണ പ്രതിസന്ധിയും നേതാക്കളുടെ പ്രതിസന്ധിയും കക്കലും മുക്കലും പെണ്ണുകേസും എല്ലാം അവരെ തകർക്കാനായിട്ട് കൂട്ടുനിൽക്കുമ്പോഴും അവർ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ നേതാക്കളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ അവർ നോക്കുമ്പോൾ ഇപ്പുറത്ത് തമ്മിലടിക്കാനും പിന്നെ അങ്ങനെ നശിക്കാനും ജനങ്ങളെ കൊണ്ട് 4-3 പറയിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോ എന്തോ ഒരു യാത്ര എന്തിനോ വേണ്ടി VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്.
നമുക്കെല്ലാം അറിയാം, ഇപ്പൊ അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഷാഫി സംസാരിച്ചൊരു സംസാരം, വി ഡി സതീശന് മുമ്പേ ഷാഫിയെ സംസാരിക്കാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉണ്ടായ ഒരു കല്ലുകടി. അതായത് വി ഡി സതീശൻ സംസാരിക്കുന്നതിന് മുമ്പ് ഷാഫി പറമ്പലിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊതിക്കും. അവിടെ ഷാഫി വന്ന് 2 വാക്ക് പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വി ഡി അവിടുത്തെ പിടിവലി ബഹളം. അതായത് കുറെ നേതാക്കന്മാരുണ്ട്, ഞാനാണ് വലുത് എന്നുള്ളൊരു പിടിവലി. ആ പിടിവലി പൊതു ഇടത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവേദിയിൽ നിന്നുകൊണ്ടാണ്, തങ്ങളുടെ പ്രവർത്തകരെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത്, UDF നേതൃത്വം കാണിക്കുന്നത്, നേതാക്കൾ കാണിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പത്രസമ്മേളനം നടന്ന സമയത്ത് കെ സുധാകരന്റെ മുന്നിലേക്ക് അദ്ദേഹം സംസാരിക്കാനായി മൈക്ക് നീക്കിയപ്പോൾ വി ഡി സതീശൻ അങ്ങോട്ട് വലിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാനാണല്ലോ പ്രസിഡന്റ്, ഞാനല്ലേ സംസാരിക്കേണ്ടത്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വലിക്കുന്നു. പിന്നെ അതായത് ഈ പത്രപ്രവർത്തകരെ മൈക്കുണ്ടല്ലോ, എല്ലാം കൂടെ ടേബിളിന്റെ മുകളിൽ നിരത്തി വെച്ചേക്കുന്നത്, അത് അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. ആകെ വി ഡി സതീശൻ അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് സുധാകരൻ മൈക്കിന്റെ മുന്നിൽ ഇരുന്നപ്പോൾ ആ മൈക്കൊന്നടങ്കം സതീശന്റെ അങ്ങോട്ട് നീക്കിക്കുന്നത്. അതായത് നാട്ടുകാരുടെ മുന്നിൽ ഈ നേതാക്കന്മാർ ഇത്രത്തോളം ചെറുതാണ് എന്ന നാണം കെടുത്തുന്ന ഒരു പ്രവണത ഇവിടുത്തെ UDF മാത്രമാണുള്ളത്. ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. മടുത്തു. കാര്യം ഈ പ്രഹസനങ്ങൾ കാണുന്ന ജനം മടുക്കും, സ്വാഭാവികമാണ്. അവർ വിചാരിക്കും, ഇങ്ങനെ തമ്മിലടിക്കുന്ന ഒരു വിഭാഗത്തെ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തമ്മിലടിക്കാനേ പിന്നീട് നേരം ഉണ്ടാവുള്ളൂ. അതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ മതി, എന്തെങ്കിലും പണ്ടാരം അടക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇവിടുത്തെ LDF ഭരണത്തിൽ ഏറ്റിക്കൂടാന്നുണ്ടോ? എത്ര ഇവിടെ നശിച്ചു എന്ന് പറഞ്ഞാലും, എത്ര നാറാണക്കല്ലളായി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ LDF തന്നെ പിടിച്ചു കയറുന്നതിന്റെ പ്രധാന രഹസ്യം ഇതാണ്. ഇപ്പോ 5 വർഷം കഴിഞ്ഞ ശേഷം ഭരണ തുടർച്ച എങ്ങനെ കിട്ടിയത്? ഇതുപോലെ തന്നെയാണ്. കിറ്റ് കൊടുത്താണ് എന്ന് പറയുന്നത്. കിറ്റിന്റെ മണ്ടയിലാണ് കൊണ്ടുവന്നിരുന്നത്. അല്ല, UDF നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ്. UDF നേതൃത്വമെല്ലാം ഒറ്റക്കെട്ടാണെന്നും അവർ തമ്മിൽ ഈ സംസ്ഥാനത്തിന്റെ കെട്ടുറപ്പ്, ഈ സംസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി LDF കഴിഞ്ഞ 10 വർഷം ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ ദുരന്ത ഭരണം ഉണ്ടല്ലോ, ആ ദുരന്ത ഭരണത്തിന് ഒരു പരിഹാരം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തി, സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടുത്തി, ജനജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് പ്രയത്നിക്കാൻ പറ്റുന്ന ഒരു നേതൃസമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് പകരമാണ് ഈ തമ്മിലടിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവർ നന്നാവും? ഒന്നുകൂടി പറയാം, ഏകദേശം 100 സീറ്റോളം നേടിക്കൊണ്ട് LDF അധികാരത്തിൽ വരുമ്പോൾ ഒരു 10-15 സീറ്റ് ഇവിടെ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നേതാക്കന്മാരെല്ലാവർക്കും മനസ്താപം വന്ന്, അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ട് ഒന്ന് ഒതുങ്ങാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് മനസ്സറിഞ്ഞ് മാറ്റം വന്നേക്കാം. ഇന്നത്തെ സ്ഥിതിയിൽ LDF മുൻതൂക്കം. LDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക, ഒരു സംശയം വേണ്ട. കാരണം കുറച്ച് റോഡുകളും കുറച്ച് പാലങ്ങളും കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇനി അതുപോലെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ പാവങ്ങളില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആദ്യം ഈ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവരുണ്ടാക്കി. ഇനി അടുത്ത 5 വർഷം കൊണ്ട് ഇനി പാവങ്ങളെ കൂടി അവർ നേരാക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടി, അത് അക്കച്ചക്കയായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, പാർട്ടി വോട്ടുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് കയ്യാലപ്പുറത്തിരിക്കുന്ന കുറെ വോട്ടുകളുണ്ട്, ആ വോട്ടുകളോട് പിടിക്കാനായി കഴിഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. 1000-2000 ഒക്കെ ഉള്ള ഭൂരിപക്ഷങ്ങൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പിടിച്ചകത്തിടാൻ സാധ്യത ഉണ്ട്. എന്തിനാണ് ഇവര് ഈ UDF നേതൃത്വം ഇങ്ങനെ കൂടുന്നത് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാതിരിക്കുമ്പോൾ ആരാണ് വലുതെന്ന് തീരുമാനിക്കണം, ആർക്കാണ് വലിയ വകുപ്പ് കിട്ടണം എന്നൊക്കെ നോക്കണ്ടേ, ഇല്ലേ? ആരാണ് വലുതെന്നൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ, പരസ്പരം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണ്ടത് ഒന്ന് നല്ലതാണ്. എല്ലാവരും ആലോചിക്കുന്നത് ഒന്ന് നല്ലതാണ്. Different angles. Don't forget to subscribe and support this channel.